അപർണ ഹായ്. ഹായ്. അപർണ ഇപ്പോൾ ആക്ച്വലി ഡിബേറ്റ് ചെയ്തപ്പോഴാണ് അപർണയുടെ എക്സിസ്റ്റൻസ് അപർണ ആക്ച്വലി ഇവിടെ പറയുന്നത് ഞാൻ കുറേ കേട്ടതും. ബിക്കോസ് എനിക്ക് കുറേ കാണാൻ പറ്റിയില്ല ടു ബി ഓണസ്റ്റ്. ഇപ്പോൾ അപർണ പറയേണ്ടി വന്നു എനിക്കതിൽ പല കാര്യങ്ങളും കേൾക്കാനായിട്ട്. ആൻഡ് നിങ്ങളിപ്പോൾ 6 പേര് ഇവിടെ നിൽപ്പുണ്ട്. ഇതിൽ കുറച്ച് അധികം പേരെ നമ്മൾക്ക് ഇവിടെ പറഞ്ഞു വരണം. സോ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ഓപ്ഷൻസ് ഓൾസോ. ഫോർ ഓൾ ദീസ് റീസൺസ് ഐ സെഡ്, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ വന്ന ദിവസം മുതൽ ഈ ദിവസം വരെ അപർണയുടെ പേഴ്സണാലിറ്റി നമ്മൾ ഒരുപാട് കണ്ടില്ല. ടാസ്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അഫ്കോഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ഗോസ് ടു യു ഫോർ ഷുവർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് തിങ്ക് ബിഗ് ബോസ് ഈ സീസണിൽ അപർണ ഒരു ഫിറ്റ് കണ്ടസ്റ്റന്റ് ആണെന്ന്. സോ ഐ എം ഗോണ ഹാവ് ടു എലിമിനേറ്റ് യു. വെരി സോറി. ഞാൻ ആരുടെടുത്തും പേരൊന്നും അധികം ചോദിക്കാറില്ല. കാര്യം പേര് ചോദിക്കാതെ തന്നെ പതിയെ ഞാൻ അറിയണം. നമ്മളെ ഒരാൾ പരിചയപ്പെടുത്താതെ തന്നെ ഒരാൾക്ക് നമ്മളെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിക്കൊണ്ടേയിരിക്കണം. ഞാൻ അങ്ങനെ അറിയാതെ പോയതിൽ ആദ്യത്തെ ഒരാളാണ് അപർണ എവിക്റ്റ് ആയത്. അതേപോലെ രണ്ടാമത്തെ ഒരാളാണ് ആക്ച്വലി നയന. ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം, ടാസ്കുകൾ പെർഫോം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 24 വന്നിരുന്നത്. ഇപ്പോൾ 16 പേര് എവിക്റ്റായി പോയി. അപ്പോൾ അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നയന ബെസ്റ്റാണ്. പക്ഷേ ഈ 24 താരതമ്യത്തിൽ നയന മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നയന, യു ആർ എലിമിനേറ്റഡ്. സോ എനിക്ക് റേബിനിൽ നിന്ന് ആക്ച്വലി കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ റേബിൻ അത് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ത്രൂ ഔട്ട് ദ ഗെയിം ഐ എക്സ്പെക്റ്റഡ് റേബിൻ്റെ നല്ല വോയിസ്, കുറേ കാര്യങ്ങൾ പറയുന്നത്, സ്റ്റാൻഡിങ് അപ്പ്. പക്ഷേ എല്ലായിടത്തും റേബിൻ കുറച്ച് സേഫ് I'll try കൈൻഡ് ഓഫ് ആയിരുന്ന പോലെ തോന്നി. നമ്മൾ ഇതുവരെ റേബിൻ ഒരുപാട് സംസാരിച്ച് കേട്ടിട്ടില്ല. ഇവിടെ യു ഹാഡ് എ ചാൻസ് 2 മിനിറ്റ് എലിമിനേഷനിൽ പോകുന്നതിന് മുമ്പ് സംസാരിക്കാൻ, റൈറ്റ്? ആൻഡ് യു ഡിഡ്ന്റ് യൂസ് ഇറ്റ്. ഓക്കെ, ഇനി അത് പോട്ടെ. ജനറലി നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെയുള്ള ജേർണി കമ്പയർ ചെയ്യുമ്പോൾ elimination ലിസ്റ്റിൽ unfortunately Raven, you will have to go today. You are eliminated. Sorry darling. ഈ രണ്ടുപേരും ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? അബിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി കഴിഞ്ഞാൽ 100 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ? ഞാൻ ചെയ്യും. ഈ വാഗൊണ്ട് പറയുന്നത് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം, ഇവിടെ നടന്ന പല ടാസ്കുകളിലും അബിക്ക് ഇപ്പം ഫുഡ് കഴിച്ച സമയത്ത് അബി ടയർഡായി, പിക്ക് ചെയ്ത സമയത്ത് വളരെ പെട്ടെന്ന് ടയർഡായി. ബിഗ് ബോസിൽ അങ്ങനെ ഒരു കൺസിഡറേഷനേ ഇല്ല. ബാക്ക് പ്രോബ്ലം ഉള്ള ഒരാൾക്ക് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അതിന്റെ ഇമ്പാക്ട് എത്ര ഇഞ്ചറി ആണെന്ന്. അഭിരാമിന്റെ ഫേസിൽ ഞങ്ങൾക്ക് കാണാം മോന്റെ പെയിൻ. ഇതിനെ അതിജീവിക്കുക, അതായത് അതിജീവനമാണല്ലോ ബിഗ് ബോസ്. അപ്പം നമ്മൾ അത് ഞാൻ നോക്കിക്കാണുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഹൗസിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇനി കൂടുതൽ സമയം കളയുന്നില്ല. റിയാസ്, ഇതിൽ വി സൈഡ് ഒരാൾ ഇൻ ആണ്, ഒരാൾ ഔട്ട് ആണ്. യു കെൻ സേ ഹൂസ് ഇൻ ആൻഡ് ഹൂസ് ഔട്ട്. അളക ഒരു ചാൻസും കൂടെ തരികയാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക. യു ആർ ഇൻ. അബി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ടും നീ ഇവിടെ പെർഫോം ചെയ്തൊക്കെ ഇഷ്ടമാണ്. പക്ഷേ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് പ്രാപ്തനായിട്ട് വരേണ്ടിയുണ്ട്. അഭിരാം, യു ആർ എലിമിനേറ്റഡ് ഫ്രം ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ഞാൻ അവിടെ ബാംഗ്ലൂർ ഒറ്റയ്ക്കായിരുന്നു, ലൈക്ക് ജോലിക്ക് ചെയ്ത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വൈബായി, നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. ദാറ്റ്സ് ഓൾ. ലൈക്ക് കണക്ഷൻസ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ്, ലൈക്ക് എ ഫാമിലി. എന്തായാലും ബിഗ് ബോസ് എന്ന സ്വപ്നത്തിലോട്ട് ഇനിയും വരാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.